സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടൈഗർ ടച്ച് 2 ക്യൂ ലിസ്റ്റ് എങ്ങനെ സെറ്റ് ചെയ്യണമെന്നാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതാണ് ക്യൂ ലിസ്റ്റ്. ഇവിടെ നോക്കുക. 1 2 3 4 5 6 7 8 9 10. അപ്പോൾ ഇതാണ് ക്യൂ ലിസ്റ്റ്. ഇത് നമുക്ക് ഇങ്ങനെ താക്കാനും പൊക്കാനും ഒക്കെ പറ്റും. അപ്പോൾ ഇത് ഓഫ് ആവും, ഓൺ ആവും. ഇത് പൊക്കിയും ഇത് ഓൺ ആയിരിക്കും. പിന്നെ കുറച്ചൊക്കെ താത്ത കണ്ട ലൈറ്റ് കുറച്ച്. ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മളിന്ന് ക്യൂ ലിസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകണം, പുതിയൊരു ക്യൂ ലിസ്റ്റ്. അപ്പോൾ ഒന്നാമത്തെ പേജിൽ ഞാനിപ്പോൾ 2-3 കളർ സേവ്ഡ് LED പാറിൻ്റെ കളറാണ്. അപ്പോൾ നമ്മളിന്ന് സേവ് ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ പേജിൽ ക്യൂ ലിസ്റ്റാണ്. അപ്പോൾ ഞാൻ ആൾറെഡി 2-3 ക്യൂ ലിസ്റ്റ് സേവ് ചെയ്തിട്ടുണ്ട്, അത് ഡിലീറ്റ് ചെയ്യാമേ. അപ്പോൾ നമ്മൾ ക്യൂ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം റെക്കോർഡ് പ്രസ് ചെയ്യണം. ക്യൂ ലിസ്റ്റ് സെലക്ട് ചെയ്യണം. നമുക്ക് ഏത് ഫീൽഡിലാണ്, നമുക്കിപ്പോഴേ 10ാമത്തെ ഫീൽഡിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ 10ാമത്തെ ഫീൽഡിന് വേണ്ടി നമ്മൾ ഈ ബ്ലൂ ബട്ടണിൽ പ്രസ് ചെയ്യണം. 10ാമത്തെ ഫീൽഡ് ഇപ്പോൾ ആക്റ്റീവായി നിൽക്കുകയാണ്. നമുക്കിനി ഒരു ഷാർപ്പ് ലൊക്കേറ്റ് ചെയ്യാനുണ്ടല്ലോ. ഷാർപ്പ് ലൊക്കേറ്റ് ചെയ്തു, ഒരു പൊസിഷൻ കൊടുത്തു, അതിനൊരു കളർ കൊടുത്തു. അപ്പോൾ ആദ്യത്തെ സീന് നമ്മൾ ഒന്നാമത്തെ ക്യൂവിലേക്ക് സേവ് ചെയ്യണം. ഈ സീന് നമുക്ക് ഈ ബ്ലൂ ബട്ടണിൽ തന്നെ ഒന്നുകിൽ ബ്ലൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ അപ്പ് ആൻഡ് ക്യൂ കൊടുക്കാം. നമുക്ക് ബ്ലൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം എളുപ്പത്തിന്. ഇപ്പോൾ ഒരു ക്യൂ സേവ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത രണ്ടാമത്തേക്ക് വേണ്ടി നമ്മൾ പൊസിഷൻ ഒന്ന് മാറ്റുന്നു, കളർ ഒന്ന് മാറ്റുന്നു. ഓക്കെ, നമ്മളത് രണ്ടാമത്തെ ക്യൂ. മൂന്നാമത്തെ പൊസിഷൻ മാറ്റുന്നു, കളർ ഒന്ന് മാറ്റുന്നു, സേവ്. അടുത്ത് ഒരു ക്യൂ കൊടുക്കുന്നു, ഒരു കളർ റെഡ് കൊടുക്കുന്നു, സേവ്. അടുത്തൊരു പൊസിഷൻ ഇടുന്നു, ഒരു കളർ ഇടുന്നു, സേവ്. അപ്പം നമ്മളിപ്പം ഒരു 5 ക്യൂടോ 5-6 ക്യൂടോ സേവ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇത് എക്സിറ്റ് ക്ലിയർ അടിക്കാം. ഒന്ന് പ്ലേ ചെയ്യാമേ. പ്ലേ ചെയ്യാൻ വേണ്ടി ഫേഡർ പൊക്കുന്നു. നമുക്കിനി പ്ലേ ചെയ്യാൻ വേണ്ടി ഗോ പ്രസ് ചെയ്യണം കേട്ടോ. ഗോ 1 2 3 4 5 വേണ്ട 5 ക്യൂ നമ്മളതിലുണ്ട്. ഇത് ഇവിടെ കണ്ടോ, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലിസ്റ്റ് വരും കണ്ടോ. ഇതാണ് നമ്മൾ ലിസ്റ്റ് കണ്ടോ. നമ്മൾ 1 2 3 4 5. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഫേഡ് ടൈം മാറ്റാൻ പറ്റും. ഫേഡ് ഔട്ട് നമുക്ക് മാറ്റാൻ പറ്റും. ഡിലീറ്റ് ടൈം മാറ്റാൻ പറ്റും. നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും. പല ഓപ്ഷനുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യൂ. അടുത്ത് ഇതൊരു ക്യൂ ആണ്. ഇപ്പം ക്യൂ എന്ന് പറയുന്നത് നമ്മളൊരു പ്ലേ ബാക്ക് അല്ലേ. നമ്മൾ ഇതിപ്പോൾ എത്രാമത്തെ ക്യൂ ആണ് നോക്കട്ടെ. ഇതാണ് ഒന്നാമത്തെ ക്യൂ. നമ്മളിത് ഫേഡ് താഴ്ത്തി കഴിഞ്ഞ് വീണ്ടും ഫേഡർ പൊക്കിയാൽ ഈ ഒന്നാമത്തെ കീ ആയിരിക്കും നമുക്ക് പ്ലേ ആവുന്നത്. നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ക്യൂ ഇവിടെ കണക്കണേ ഗോ പ്രസ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ ക്യൂ. അപ്പോൾ നമുക്ക് 5ാമത്തെ ക്യൂ ആണ്. ക്യൂ ആണെങ്കിൽ ഇത് പൊക്കിയപ്പോൾ 5ാമത്തെ ക്യൂ വരും കണ്ടോ. വീണ്ടും നമുക്ക് ഗോ മാറ്റിക്കൊണ്ട് ഇതിലാണ് നമ്മൾ നിർത്തിയത്. വീണ്ടും നമ്മൾ വേറെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞിട്ട് ഉദാഹരണം ഈ ക്യൂ, ഇതൊരു ക്യൂ ഉണ്ടേ, ഇത് ക്ലിക്ക് ചെയ്തു, നമ്മൾ എക്സിറ്റ് കൊടുത്തു. കണ്ടോ, നമ്മൾ കൊടുത്ത ക്യൂവിലായിരിക്കും അത് പ്ലേ ആവുന്നത്. കണ്ടോ, ഇതിലൊരു ടിപ്സ് ഉണ്ടേ. അപ്പം നമ്മൾ ഈ ക്യൂ പ്രസ് ചെയ്തു. നമ്മളെ ഈ ക്യൂവിൽ നമ്മൾ ഗോ പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഫങ്ഷനിലെ ക്യൂ ആണ് മാറുന്നത്. ശ്രദ്ധിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും കണ്ടോ. ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റും. നമ്മളിപ്പം പൊക്കി വെച്ചിരിക്കുന്ന ഫേഡർ ഇതാണ് ഒന്നാമത്തെ, അതിലെ ക്യൂ മാറുന്നില്ല. അതെന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഇത് നമ്മൾ ഈ മാസ്റ്റർ ഫീൽഡിലേക്ക് കണക്ട് ചെയ്യണം. കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ കണക്റ്റ് ക്യൂ കൊടുത്തിട്ട് നമ്മൾ ഈ ഫീൽഡിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ഇനി നമ്മൾ ചെക്ക് ചെയ്യണ്ടോ, ആ ഫീൽഡറാണ്, ആ ക്യൂ ആണ് സെലക്ട് ആവുന്നുണ്ടോ, ഇവിടെ കണ്ടറിയാൻ പറ്റും. ഓക്കെ,
നമ്മൾ ചെയ്ത ക്യൂ. ഇപ്പോൾ മാറുന്ന ഏതാണ്? ഇതല്ലേ? കണ്ടോ, ഇത് വരുന്നില്ല. എന്താണ് നമ്മൾ കണക്റ്റ് ഇതിൽ കൂടെ കണക്ട് ചെയ്യണം. കണ്ടോ, നമ്മൾ ചെയ്തേക്കണായി. ഓക്കെ, ഇനി നമുക്ക് വേറൊരു ക്യൂ ചെയ്യാം. ഒരു ഷാർപ്പി ലൊക്കേറ്റ് ചെയ്തു, ഒരു ഷേപ്പ് അടിച്ചു. ഈ ഷേപ്പ് അടിച്ച് നമുക്കൊരു ഷേപ്പ് കൊടുക്കാം. പൊസിഷൻ കൊടുത്തിട്ട് നമുക്കൊരു ഷേപ്പ് കൊടുക്കാം. എഫക്റ്റ് ഷേപ്പ്, ക്രിയേറ്റ് ഷേപ്പ്, സർക്കിള്, ഒരു ഡിമ്മർ ഷേപ്പ്, പസിൽ 1 കൊടുക്കാമേ. സ്പീഡ് വന്നിട്ടൊരു 10 കൊടുക്കാം. അല്ല, സ്പ്രെഡ് വന്നിട്ടൊരു 10 കൊടുക്കാം. സ്പീഡ് വന്നിട്ടൊരു 0.6 കൊടുക്കാം. ഡയറക്ഷൻ നമുക്ക് ഷേപ്പിൽ തന്നെ ഫേസ്, ഈ ഒരു ഷേപ്പ് നമുക്ക് കളറോട് കൊടുക്കാമേ. ഈ ഒരു ഷേപ്പ് നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ പുതിയൊരു ക്യൂ ആണേ. നമ്മൾ ആദ്യം ലൊക്കേറ്റ് ചെയ്ത് ഫംഗ്ഷനെല്ലാം സെറ്റപ്പ് ചെയ്തു. അടുത്ത് റെക്കോർഡ് കൊടുക്കുന്നു, ക്രിയേറ്റ് ക്യൂ ലിസ്റ്റ് കൊടുക്കുന്നു, ഫേഡർ 9 ക്ലിക്ക് ചെയ്യുന്നു. വീണ്ടും ഇത് സേവ് ചെയ്യാൻ വേണ്ടി വീണ്ടും ഒന്നുകൂടെ ബ്ലൂ ബട്ടൺ അമർത്തുന്നു. അപ്പം ഒരു ക്യൂ സേവ് ആയിട്ടുണ്ട്. നമുക്കൊരു പൊസിഷൻ മാറ്റി സേവ് ചെയ്തു. വേറെ പൊസിഷൻ കളർ മാറ്റി സേവ് ചെയ്തു. അടുത്തൊരു പൊസിഷൻ സേവ് ചെയ്തു. നമുക്ക് 5ാമത്തേൽ നമുക്കൊരു ഈ ഒരു ഷേപ്പ് ഇട്ടിട്ടെ ഒരു LED പവർ ആഡ് ചെയ്യും. ലൊക്കേറ്റ് കളർ ബ്ലൂ ഗ്രീൻ കൊടുത്തു, ആഡ് ചെയ്തു. അടുത്ത് സേവ് ചെയ്യാൻ വേണ്ടി എക്സിറ്റ് ക്ലിക്കുക, പേഡ് നോക്കുക, ഗോ. കണ്ടോ, കണ്ടോ, നമുക്കിങ്ങനെ ക്യൂ ലിസ്റ്റ് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് നമ്മുടെ ക്യൂ ലിസ്റ്റിൽ നമ്മുടെ ഫേഡ് ടൈമാണ് കേട്ടോ. ഈ ടൈം നമുക്കൊരു ക്യൂ ലിസ്റ്റ് ഓപ്പൺ ചെയ്യാം. നമുക്ക് ഈ ഫേഡ് ഇന്ന് കണ്ടോ, ഫേഡ് ഇന്ന് നമുക്കൊരു 2 കൊടുത്ത് നോക്കാം. സേവായി. നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഈ 2 സെക്കൻഡിലാണ് കണ്ടോ അത് ഫേഡ് ആവണം. നമുക്ക് ഇഷ്ടമുള്ള ടൈം കൊടുക്കാം. സ്പീഡ് കൂട്ടാം, കുറയ്ക്കാം. ഓക്കെ, ഇതാണ് ഒരു ഫങ്ഷൻ നമുക്ക്. അപ്പോൾ നമ്മളിവിടെ 3 ഇതൊരു ക്യൂ ആണ്. ഇതൊരു ക്യൂ ആണ്. അടുത്ത് ഇതൊരു ക്യൂ ആണ്. അടുത്ത് ഇവിടെ ഒരു ക്യൂ കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മളിപ്പോൾ ഈ LED പാറിൻ്റെ ക്യൂ ആക്ടിവേഷൻ ആക്കി. അപ്പോൾ നമ്മൾ ഈ ഗോ പ്രസ് ചെയ്യുമ്പോൾ ഒന്നും വരുന്നില്ലല്ലോ. ഗോ പ്രസ് ചെയ്യുമ്പോൾ ഇത് കണ്ടോ, ഇവിടെയാണ് ഈ ക്യൂ ആണ് ആക്ടിവേഷൻ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒന്നിൽ എന്ത് ചെയ്യണം, LED പാറിൽ ഇത് ക്ലിക്ക് ചെയ്താൽ മാറും. കണ്ടോ, അപ്പം നമ്മുടെ ഈ ഒരു ഫങ്ഷൻ നമ്മുടെ ഈ ഗോ പ്ലസ് ഈ ഗോയിലേക്ക് കൊണ്ടുവരണം. അതിനുവേണ്ടി നമ്മൾ ഈ കണക്ട് ടു ക്യൂ കൊടുത്തിട്ട് നേരെ ബ്ലൂ ബട്ടൺ പ്രസ് ചെയ്യും. അടുത്ത് നമ്മൾ ഗോ കൊടുത്താൽ കണ്ടോ, അടുത്തത് നമ്മൾ വീണ്ടും ഒരു ഫേഡർ ഷാർപ്പിയുടെ ക്യൂ ലിസ്റ്റ് അപ്ലൈ ചെയ്തു. ഗോ കൊടുത്താൽ പക്ഷേ ഇപ്പോൾ ഗോയിൽ കണക്റ്റായി കിടക്കുന്നത് LED ബാറിൻ്റെ ക്യൂ ആണേ. അല്ല, നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ മാറ്റിയാൽ മാറും. നമ്മൾ ഗോയിൽ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഈ കണക്റ്റ് ക്യൂ കൊടുത്തിട്ട് 10 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ
അപ്പോൾ ഇങ്ങനെ അപ്പോൾ ഒരു സമയം ഒരു കണക്റ്റിൽ ഒരു ഫേഡർ മാത്രം, ഒരു ക്യൂ ഫേഡർ മാത്രം നമുക്ക് കണക്റ്റിൽ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? ഉദാഹരണം നമ്മളിത് കൊണ്ടുവന്നു, അടുത്ത് വേണമെങ്കിൽ കണക്റ്റ് കൊടുത്തിട്ട് നമുക്ക് കണ്ടോ ഇവിടെ LED പാർ മാറത്തില്ല. LED പാർ സ്റ്റില്ലാണ്. LED പാർ മാറണമെങ്കിൽ ഇവിടെ തന്നെ ഇങ്ങനെ മാറ്റാം. കണ്ടോ, ഇങ്ങനെ നമ്മൾ ക്യൂ നമുക്ക് നമ്മുടെ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു ടിപ്പാണ്. അടുത്തതായി ഞാൻ പറഞ്ഞത് നമ്മുടെ ഒന്നാമത്തെ ഫേഡർ ഗ്രീൻ പൊക്കി അടുത്ത പേജിൽ ക്യൂ പൊക്കിയിട്ടുണ്ട്. പക്ഷേ ആ ക്യൂ വർക്കാണ്. നമ്മൾ വീണ്ടും കണക്റ്റ് ക്യൂ ഈ ഫേഡർ പൊക്കുന്നു. കണ്ടോ? ഓക്കെ, വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, ഫുൾ ഓഫ് ചെയ്യാൻ വേണ്ടി ഫേഡർ താഴെല്ലാം ബാക്ക് എടുക്കും, റിലീസ്. ഇങ്ങനെയാണ് നമ്മുടെ ക്യൂ. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.